നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. അപ്പോൾ ഈ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് നല്ലതാണ്. അപ്പം നമുക്കെങ്ങനാ? ഒന്നുകിൽ നേരെ ആവുക, നേരെ ആയാൽ സ്തുതിക്കണം, നേരെ ആയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി. പാട്ട് പാടുമ്പോൾ 2 കൈയടിക്കുക, ക്ഷീണം വരുമ്പം കോട്ടുവായിടുക, അല്ലേ? പിന്നെ ഇരിക്കുന്ന നമ്മുടെ ഇരിപ്പ് കണ്ടാൽ നമുക്കറിയാം, സ്തുതിച്ചാണ് നമ്മളിരിക്കുന്നത്, സുഖിച്ചാണ് ഇരിക്കുന്നത്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിച്ച് നോക്കണം, നമുക്ക് സ്തുതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ നേരില്ലാത്തത് കൊണ്ടാണ്. നേരുണ്ടായാൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പറയും, എൻ്റെ കൈ ഇതുണ്ടാക്കി, കാരണം ഇതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല, ഞാനായതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സ്തോത്രം. ഇത് സാധ്യമായ കാര്യമല്ല. നമ്മുടെ കൈ കൊണ്ടൊന്നും നടക്കില്ലെന്ന തിരിച്ചറിവ് നമുക്ക് എന്നുണ്ടാകുന്നു, അന്നേ നമ്മൾ ഗുണം പിടിക്കാൻ തുടങ്ങുള്ളൂ, അല്ലേ? കഴിഞ്ഞ ദിവസം നമുക്ക് ഓൺലൈനിൽ ആൾ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആളിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിലിം ബ്രദറെ കുറേ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തു, അല്ലേ? 10:45 ഇപ്പം വിളിച്ച് പറയണം, ആരും കയറുന്നില്ല. അതെ. അപ്പോൾ എനിക്ക് ശരി വന്നു. കാര്യം അങ്ങനെയാണ്. അല്ലെങ്കിൽ ഫസ്റ്റിലെ ആളൊക്കെ കയറി കഴിഞ്ഞാൽ ഫെയിൽ ബ്രദർ വെച്ചാൽ എങ്ങനെയുണ്ട് പരിപാടി, അല്ലേ? നമ്മളും അറിയാതെ ചിന്തിക്കും, നമ്മൾ ഇതൊക്കെ ഒപ്പിച്ചത് കൊണ്ടാണ് സംഭവം ഒത്തതെന്ന് നമ്മൾ വിചാരിക്കും. അതിന് കർത്താവിന് താല്പര്യമില്ല. സ്തോത്രം. ഞാനായതുകൊണ്ടാണ് ഇത്രയും പ്രസംഗിച്ച് ഒപ്പിച്ചതെന്ന് വിചാരിക്കുന്നെങ്കിൽ അടുത്ത ദിവസം പ്രസംഗിക്കുകയല്ല. ദൈവത്തിന് കരുണയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അഴിച്ചങ്ങ് വിട്ടുകളയും, അവനെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അവനെ അങ്ങ് ഇല്ലാതായി കളയും. ദൈവത്തിനൊരു കരുണ ഉണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അടുത്ത ദിവസം നമ്മളെ കൊഞ്ചിനെ ചുരുട്ടും പോലെ ചുരുട്ടും. നമ്മുടെ കൈ ഇതുണ്ടാക്കി എന്ന് ഒരു കാലത്തും പറയാത്ത വിധം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എന്ന് നമുക്ക് കഴിയുന്നുവോ അന്നാണ് നമ്മൾ നീതിമാൻ എന്ന പട്ടികയിലേക്ക് ഉയരുന്നത്. ഞാനാണ് ഇതെല്ലാം ചെയ്തത്, ഈ വീട്ടിൽ ഇത്ര പ്രശ്നമില്ലാതെ കൊണ്ടുപോകുന്നത് ഞാനൊരാളാണെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഞാനാണ് പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ടാക്കിയിട്ട് മൂല ചെന്നിട്ട് പറയുകയാണ്, ഞാനൊരാൾ സഹിക്കുന്നോണ്ട് ഇങ്ങനെ പോകുന്നു. മൊത്തം കൊളാക്കിയ ഈ ഒരു പാർട്ടിയാണ്, അല്ലേ? ചിലർ നിരാശയോടുകൂടി പരിഭ്രമത്തോടുകൂടി എന്നെ നോക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്, അല്ലേ? നമ്മളിങ്ങനെ അത് അടുത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നോക്കുമ്പോഴാണ് ഇയാളാണ് മുഴുവൻ പ്രശ്നത്തിൻ്റെയും മൂല കാരണം. പക്ഷെ അയാൾ പറയുകയാണ്, ഞാൻ ഒരുപാട് സഹിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഇയാളൊരു പിണ്ണാക്കം ചെയ്തില്ല, ഇയാളാണ് മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുവെന്ന് പ്രത്യാശിക്കുന്നു. നീതിമാനാകുമ്പോൾ പ്രശ്നം മറ്റൊരുത്തിൻ്റെ തലയിൽ വെക്കുകയല്ല, പ്രശ്നം നമ്മൾ തലയിലെടുക്കും. നീതിമാനായതുകൊണ്ടാണ് ക്രിസ്തു മുകളിൽ നിന്ന് താഴെ വന്ന് നമ്മുടെ എല്ലാവരുടെയും ലോഡ് കർത്താവ് എടുത്തത്. നമ്മൾ ആരുടേതും എടുക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടേത് കൂടി അടുത്തവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക, വെച്ചോളാൻ പറയും. കാരണം എന്താ? നമ്മളെപ്പോലെ ദുഷ്ടം വേറൊരുത്തനില്ല. കുടുംബത്തിലെ സകല നാശത്തിനും കാരണം ഞാനൊരുത്തനാണെന്ന് ഏറ്റു പറയാൻ നമ്മൾ തയ്യാറല്ല. സഭയുടെ സകല പരുവക്കേടിനും കാരണം ഞാനൊരുത്തനാണെന്ന് ഏറ്റു പറയാൻ നമ്മൾ തയ്യാറല്ല. എല്ലാ നാശവും വരുമ്പോൾ ആരെങ്കിലും തലയെ കൊണ്ടുവെക്കും, എല്ലാ നന്മയും വരുമ്പോൾ നമ്മളിങ്ങനെ മാന്തി എടുത്തോളും. അതാ കർത്താവ് ഗിദെയോന്റെ അടുത്ത് പറഞ്ഞു, യുദ്ധത്തിന് ആളെ കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. 32,000 ആളെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറയുക, ഇവർ ജനം അധികമാണ്, കാരണം 32,000 എണ്ണം കൂടുതലെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഭയവും ഭീരുതയും ഉള്ളവനടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറ, കാരണം പേടിത്തൊണ്ടന്മാർ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ ആൾക്കൂട്ടത്തിലെ ഉമ്മാർ പേടിക്കാരന്മാരാണ്, ഉമ്മാർ മിണ്ടാതെ നിൽക്കും. അവസാനം യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ഉമ്മാർ വെളിയിൽ ഇറങ്ങി വന്നിട്ട് പറയും, ഞങ്ങളാണ് ജയിപ്പിച്ചെന്ന് പറയും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുകയാണ്, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ബലാധിക്യം കൊണ്ട് വീരൻ ജയിക്കുന്നില്ല എന്ന് ആ ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുകയാണ്. തുടക്കം പറഞ്ഞു വെക്കുന്നത് നീതിമാൻ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുക. അപ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, പ്രയാസമായിക്കോട്ടെ, തകർച്ചയായിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, മുമ്പിലോട്ട് കടക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത അന്തരീക്ഷമായിക്കോട്ടെ, സകല അവസ്ഥയിലും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ നീതിമാനാണ്. എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ സ്തോത്രം പറയാൻ വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ സ്തോത്രം പറയാൻ എന്നാ കുഴപ്പം? പ്രതിസന്ധികൾ നിറഞ്ഞ് കഴുത്ത് മുറുകിയിരിക്കുമ്പോൾ, ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നു എങ്കിലാണ് ഞാൻ നീതിമാൻ. കാരണം നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. അവന്റെ ഉയരത്തിൽ ഒരു പ്രശ്നവും വന്ന് മറിയില്ല. ഉലകത്തിൽ ഏത് പ്രശ്നം വന്നാലും, ഈ ഭൂമി തന്നെ തിരിച്ചു കറങ്ങിയാലും ഒരു നീതിമാന്റെ ദൃഷ്ടിക്ക് പുറത്തത് കറങ്ങില്ല.
ഒരു പ്രശ്നവും അതിൻ്റെ മുകളിൽ വരില്ല. ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണെങ്കിൽ അതിനെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവെങ്കിൽ, ആ കർത്താവിനെയാണ് നമ്മൾ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നത്തിനും നമ്മുടെ മീതെ കയറാൻ കഴിയില്ല. നമ്മൾ ചെറിയ പ്രശ്നത്തിൽ കടുക് പൊട്ടുമ്പോൾ പോലും നമ്മൾ പേടിക്കുകയാണ്. എന്താ കാര്യം? നമ്മൾ നീതിമാനല്ല. എൻ്റെ ഒരു ബന്ധുവിനെ കഴിഞ്ഞ ദിവസം രോഗമുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ 2 ആഴ്ചയായിട്ട് ആ സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ആരാധനയ്ക്ക് ഉണ്ടായിരുന്ന സഹോദരിയാണ്. അപ്പോൾ 2 ആഴ്ചയായിട്ട് പാർട്ടിക്ക് നടുവേദനയാണ്. നടുവേദന ആയതുകൊണ്ട് ഒളീനി തൂക്കുകയാണ്. അല്ലേ, 2 ആഴ്ച കൊണ്ട് നടുവേദനയാണ്. അപ്പോൾ ഒളീനി തൂക്കുകയാണ്. നമ്മളിതുപോലെയാണ്. പ്രശ്നത്തിന് നമ്മൾ ഒളീനി തൂക്കുകയാണ്. മാക്സിമം ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഒളീനി എന്ന് പറഞ്ഞാൽ നാളെയാണ്. എന്ന് പറഞ്ഞാൽ നാളെ ഉപവാസ പ്രാർത്ഥനയാണ്. അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഒളീനിയുടെ വലിയ ബോട്ടിൽ വാങ്ങിക്കുമ്പോഴേ, വേറെ പ്രത്യേകതയൊന്നുമില്ല. അല്ലേ, എന്താ ഒരു മൊത്തം കണ്ട ശ്മശാന മൂകത. നമ്മുടെ നേരം രാവിലത്തെ ഗോതമ്പ് പുട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കയ്യടിയൊക്കെ അടിച്ച് കുടത്തിലൊക്കെ കുടഞ്ഞ് പോകുമ്പോൾ സംഭവം ശരിയാവുന്നതാണ്. അങ്ങനെയൊന്നും ശരിയാവുകയല്ല. ഒളീനിക്ക് നിങ്ങൾ കൊച്ചു ട്യൂബ് ഇട്ടാലും അതിൻ്റെ വലിയത് മാറ്റിയിട്ടാലും ഒരേ പവറേ വരുള്ളൂ. അല്ലേ, ഒളീനി നിൽക്കാതെ വന്നപ്പോൾ ആശുപത്രി പോയി. ആശുപത്രി പോയപ്പോൾ അവർ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റൂലാതെ കണ്ടു. വീട്ടിൽ പോകാൻ പറ്റൂലാത്ത വിധം ആശുപത്രിയിലേക്ക് പോവേണ്ടി വന്നതിന് കാരണം എന്താ? വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദന. ഒളീനി തൂത്തപ്പോൾ വേദന നിന്നെങ്കിൽ വീട്ടിൽ ഇരുന്നേനെ. അല്ലേ, അപ്പോൾ ഇതിൽ അനുഗ്രഹം ഈ വേദനയാണ്. വേദന ഇല്ലെങ്കിൽ രക്ഷപ്പെടൂല. നമ്മുടെ പ്രശ്നം ഈ വേദന മാറി കിട്ടുക എന്നുള്ളതാണ്. വേദന മാറിയാൽ നമ്മൾ ചത്താലേ അറിയുള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒളീനി തൂത്തിയതിനാണ് വേദന മാറാൻ. ഒളീനി പെയിൻ കില്ലറാണ്, വേദന മാറാൻ. അതിൽ നിൽക്കാതെ വന്നപ്പോൾ ആശുപത്രി പോകേണ്ടതിന് കാരണം വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തു, അവർ രോഗം കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ നട്ടലിൽ തൂത്താ പോകുന്ന പരുന്നല്ലിത്. ഇത് അകത്ത് ഏതാണ്ട് ട്യൂമർ ഉണ്ടായിരിക്കുന്നു, അതിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ അതെടുത്ത് കളഞ്ഞാലേ പറ്റൂ. അങ്ങനെ ആളിനെ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ ചുമ്മാ വീട്ടിൽ ഒരു വേദന ഇല്ലാതിരിക്കുന്ന ആളുടെ അടുത്ത് ഡോക്ടർ പറയുകയാണ് ഓപ്പറേഷന് കിടന്നു കൊടുക്കാൻ പറഞ്ഞാൽ ആര് കിടന്നു കൊടുക്കും? ചിലവെല്ലാം കൂടെ 1.5 ലക്ഷം രൂപ ആവൂലേ? അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇതിനെ തൂത്ത് പറക്കി ഇങ്ങനെ പോകാൻ നമ്മളുടെ മാക്സിമം ഞാൻ നടക്കും. ഇതൊക്കെ ചുമ്മയാ. വേദന ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. വേദനിക്കണം നമുക്ക്. ഇതുപോലെ നമ്മൾ ആത്മീക മനുഷ്യൻ ഗുണം പിടിക്കണമെങ്കിൽ നമുക്ക് വേദന വരണം. നമ്മുടെ പ്രശ്നം ഒരു വേദനയില്ല. നമ്മൾ വരുന്നിടത്ത് വെച്ച് വരട്ടെ, കാണാം. നമുക്ക് നരകത്തിൽ പോകും. എന്ത് നരകം? ഇതിനപ്പുറം വലിയ നരകം വരാനുണ്ടോ? 5 ദിവസം കഴിയട്ടെ. ചില അങ്ങനെ പറയുന്നത്, ഞാൻ ഈ വീട്ടിൽ ഇതുമാത്രം നരകം നമ്മൾ അനുഭവിച്ചിരിക്കുന്നു, ഇതിനേക്കാളും വലുതാണോ നരകം? ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ വരുന്നത് വരട്ടെ, എവിടെ വെച്ചായാലും കാണാം എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നതിന് കാരണം വേദനയ്ക്കുടെ ഞരമ്പ് നമുക്ക് വർക്കാവുന്നില്ല. നമ്മൾ മരവിച്ചിരിക്കുകയാണ്. ഈ മരവിപ്പ് പ്രശ്നമാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പെയിൻ കില്ലർ അറിയാം. ഒരു ചെറിയ പ്രശ്നം വന്ന ഉടനെ പെയിൻ കില്ലർ വാങ്ങിച്ചടിക്കും. കാരണം തൽക്കാല ശാന്തിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്. രാമേന്ദ്ര അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ആൻറ്റി ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ആൻറ്റി അവിടുത്തെ വൈദ്യരെ കേട്ടിട്ട് പറഞ്ഞു ഭയങ്കര മുട്ടുവേദനയാണ്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോട്ട് നിൽക്കുകയാണ്, ഇതെന്താണെന്ന് നോക്കണമല്ലോ. അപ്പോൾ മൂപ്പരിങ്ങനെ മുട്ടൊക്കെ പിടിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇതേ മരുന്ന് കഴിച്ചാലേ പറ്റുള്ളൂ, പിന്നെ എത്രയോ ദിവസം വേണം, അതിന് ഇത്ര ദിവസം റെസ്റ്റ് എടുക്കണം, 28 30 ദിവസം പറഞ്ഞ് ഇത്ര ദിവസം റെസ്റ്റ് എടുക്കണം. ഇത്രയും റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഉള്ളപ്പം നമുക്ക് ചെയ്യാം. ഇവർക്കാണെങ്കിൽ മുട്ട് ഭയങ്കര വേദനയാണ്. ഇവർ പറഞ്ഞു ഭയങ്കര വേദന, നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതിനകത്തൊരു ചെറിയ പരുവക്കേടാണ്. ഈ വേദന ഇത് രോഗം മാറുന്നതോടെ വേദന മാറാവൂ. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് എനിക്ക് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലൂടെ ഒരു യാത്രയുണ്ട്, ആ യാത്രയ്ക്ക് പോകാമോ? അപ്പോൾ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ യാത്രയ്ക്ക് പോകാൻ ഒക്കത്തില്ല, ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ യാത്രയ്ക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ പറഞ്ഞു യാത്രയ്ക്ക് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് 2 പ്രശ്നം വന്നേ. ഒന്ന്, മുട്ടുവേദന, എണീക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. അവരുടെ നിപ്പ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം കഷ്ടപ്പെട്ടാൽ നിൽക്കുന്നേ. പക്ഷെ അവർക്കൊരു യാത്ര പോകാനുണ്ട്. എവിടെ? ആരുടെ കല്യാണത്തിന് തമിഴ്നാട്ടിൽ പോകാനാണ്. അപ്പോൾ ഉടുത്തിറങ്ങി കമ്പല് പൊട്ട് കരിവള ഒക്കെ ഇട്ടൊരു പോക്ക് പോണ്ടേ. സംഭവം മുട്ടും വയ്യ. ഇത് പോകുമ്പോൾ ഒരു ടയർ പഞ്ചറാകുമ്പോൾ ഇങ്ങനെ പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രയാസം മാറ്റാനാണ് ഇവിടെ വന്നത്. ഏതാണ്ടൊക്കെ വാങ്ങിച്ച് തൂത്ത് പിറക്കി തേച്ച് നോക്കി. സംഭവം കാറ്റ് ലെവലാവുന്നില്ല. കാറ്റ് ലെവലായാലേ നേരെ നടക്കാനൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുള്ളൂ അല്ലേ? യെസ്. അപ്പോൾ അവർ വൈദ്യരെ കാണാൻ വന്നത് രോഗം സുഖം ആവുന്നെങ്കിൽ ആവട്ടെ, വേദന മാറി കിട്ടിയാൽ മതി. അപ്പോൾ അയാൾ പറഞ്ഞു വേദന മാറ്റിയാൽ പറ്റില്ല.
അപ്പോൾ എന്താ വേദന മാറ്റിയാൽ? വേദന മാറ്റി വിട്ടാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കും, ഇത് വേറെ പ്രശ്നം രൂക്ഷമാവും. അതുകൊണ്ട് വേദന മാറ്റാൻ പറ്റില്ല, അല്ലാതെ വെറുതെ എണ്ണയൊക്കെ തരാമെന്ന്. അപ്പോഴാണ് ഞാനത് ഇങ്ങനെ ആലോചിച്ചത്, വേദന മാറ്റി വിട്ടാൽ ഈ പ്രശ്നം രൂക്ഷമാവും. അതാണ് ചില മീറ്റിങ്ങിനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ പ്രശ്നവും പറയും, നിന്റെ എല്ലാ പ്രശ്നം പറയും, ഇനി ഒരു പ്രശ്നമില്ല. പിന്നെ അവ എവിടെ പോയി വിടുന്ന അവൻ അറിയത്തില്ല. നിന്റെ ഒരു പ്രശ്നവും മാറുകയല്ല. 2024 ഇങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 24 ഊപ്പാട് വരും. കൂട്ടക്ഷരം കംപ്ലീറ്റ് എഴുതിക്കും. ഇപ്പോൾ ഒരു മന്ദിരത്തെ ഇറൊക്കെ അല്ലേ എഴുതിയുള്ളൂ, അതൊന്നുമല്ല കൂട്ടക്ഷരം. ഇണ്ണ ഇമ്മ ഇട്ട അങ്ങനെ കിടക്കുകയാണ് സാധനങ്ങൾ. 2023 വരച്ചൊന്നും അല്ല വരയ്ക്കാൻ കിടക്കുന്നത്. ഇങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഗുണം പിടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വ്യത്യാസം വരുത്തുമായിരിക്കും. ചെറിയ അങ്ങനെയൊക്കെ വരപ്പിച്ച് വിടുമായിരിക്കും. സ്തോത്രം. അത് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ചുമ്മാ ആയിരുന്ന പ്രസംഗങ്ങൾ കേൾക്കും, തകർപ്പ് പ്രസംഗങ്ങളാണ്. നിന്റെ 3 കമ്പനി പൂട്ടിപ്പോയി, ഇതാ ഈ 24 3 കൂടെ തുറക്കാൻ പോവാണ്. ഇവ എവിടേക്ക് ഇരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനായിട്ട് പെട്ടി പൂട്ടിപ്പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് ആൾക്കാരെ പറഞ്ഞ് കബളിപ്പിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. വേദന ഒരു അനുഗ്രഹമാണ്. വേദനിച്ചാലേ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ. അപ്പൊ വേദനിച്ചാലേ നമ്മൾ ഡോക്ടറുടെ ടേബിളിൽ ചെന്ന് മര്യാദയ്ക്ക് കിടന്നു കൊടുക്കൂ. മയക്കാൻ പോവാണ്, മയക്കിക്കോളൂ. ഒപ്പിട്ട് തരുമോ? ഒപ്പിട്ട് തരാം. പിന്നെ ഓപ്പറേഷന് മുമ്പ് മാല വേണ്ട, അറിഞ്ഞാണോ വേണ്ട? ഞാനിപ്പോൾ അതൊന്നും പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല. 2024 വെച്ചിരിക്കുകയാണ് ഞാൻ ആ ചാപ്റ്ററൊക്കെ. പറഞ്ഞു മനസ്സിലാവും അല്ലേ? നമ്മൾ MRIക്ക് കയറുമ്പോഴേ എല്ലാം കെട്ടുതാലി, എന്ത് താലി, ഒന്നും വേണ്ട അല്ലേ? കാലിപ്പട്ടിയുടെ താക്കോല് വരെ അരയില വെച്ചോണ്ട് നടന്ന ആർക്കും കൊടുത്തിട്ടില്ല അല്ലേ? കയറി കിടന്നു കൊടുക്കുകയാണ് സുഖാട്ടു. എന്തിനാണ്? രോഗം കണ്ടുപിടിക്കാൻ. എന്താ കാരണം? വേദന ഭയങ്കരമാണ്. കണ്ടോ? വേദന അതികഠിനമായപ്പോൾ ഞാൻ എല്ലാം വിടാൻ തയ്യാറാണ്. ഞാൻ ഡയഗ്നോസിന് എൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കിടന്നു തരാൻ തയ്യാറാണ്. കണ്ടോ? നിർബന്ധത്താലരുത്. അതല്ല, നിങ്ങൾ ദൈവമായിട്ടുള്ള ഇതാണ്. ഞാൻ ഒരു കാലത്തും ഇതൊന്നും നിർബന്ധിക്കുകയല്ല. കാരണം അങ്ങനെ നിർബന്ധിച്ചൊന്നും പറ്റുകയല്ല. ഞാൻ എൻ്റെ മക്കളെ പോലും നിർബന്ധിക്കാറില്ലല്ലോ. ഉപവാസത്തിനല്ല, ഒരു കാര്യത്തിനും മാർക്ക് കൂട്ടി വാങ്ങിക്കാനും ഞാൻ നിർബന്ധിക്കാറില്ല. ഇതിലത് ചിലർ ഭയങ്കര നിർബന്ധമാണ്. 100-ന് 100 വാങ്ങിച്ചിരിക്കണം. ഇയാൾ എത്ര വാങ്ങിച്ചിട്ടുണ്ട്? അല്ല, എനിക്ക് കുറവായിരുന്നു. അത് ഇയാളുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത് പിള്ളേർക്ക് കാണിക്കും, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സ്തോത്രം. ഏറ്റവും കുറവ് മാർക്കുണ്ടായിരുന്ന മാതാപിതാക്കളാണ് പിള്ളേർക്ക് കൂടുതൽ കാണാൻ വേണ്ടി ആവേശം പിടിക്കുന്നത്. അന്ന് ഇയാൾ പഠിക്കുന്ന സമയത്ത് മാനത്ത് കണ്ണി പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. നീതിമാന്മാരെ, യഹോവയിൽ ഹോഷിച്ചുല്ലസിപ്പിൻ. ഹോഷിച്ചുല്ലസിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഫ്രീ ആവണം. നമുക്ക് വേദന വരണം. വേദന വന്ന് രോഗം കണ്ടുപിടിച്ച് രോഗം ശമിക്കണം. ഇത് നമ്മൾ നീതിമാനല്ലെങ്കിലും നമുക്ക് ഒരു ഫീലും ഇല്ലാത്തൊരു കാര്യം എന്താ? വേദനയില്ല. നമുക്ക് എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. എന്താ നമ്മൾ ആരും അറിയാത്തത്? വേദനയില്ല. അതുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് അറിയുന്നില്ല. ചിലപ്പോൾ 4th ഗ്രേഡ് കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ഫുൾ സ്റ്റേജ് കഴിയുമ്പോൾ ചെറിയൊരു തലവേദന വരും. ചെല്ലുമ്പോൾ പറയും മൊത്തം നിറഞ്ഞുപോയി, അയ്യോ. ഒരാഴ്ചക്കകത്ത് മരണം. ചത്തുവപ്പോൾ നമ്മൾ പറയും നല്ല മരണമായിരുന്നു. ഡോക്ടറോട് ചോദിച്ചു നോക്കിയേ, ഇത് തുടങ്ങിയിട്ട് 20 കൊല്ലമായി കാണും. ചിലപ്പോൾ കണ്ടുപിടിക്കാത്തതിന് കാരണം കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല, ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വന്നില്ല, ചെക്കിങ്ങിൻ്റെ ആവശ്യം വന്നില്ല, വേദന ഇല്ലായിരുന്നു. അതാണ് പ്രശ്നം. അപ്പൊ സഹിക്കാനാവാത്ത വേദന നമ്മളെ ഫേസ് ചെയ്യുമ്പോഴേ നമ്മൾ പരിശോധനയ്ക്ക് തയ്യാറാകൂ. ഞാൻ നീതിമാൻ അല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, കാരണം എനിക്ക് വേദനയില്ല. യഹോവയിൽ ഹോഷിച്ച് ഉല്ലസിപ്പിൻ. സ്തുതിക്കുന്ന നേരുള്ളൂ. അപ്പം നമുക്ക് ഘോഷിക്കാനും പറ്റത്തില്ല, ഉല്ലസിക്കാനും പറ്റുന്നില്ല അല്ലേ? നമുക്ക് സ്തുതിക്കാനും പറ്റുന്നില്ല. താഴത്തെ വാക്യം വായിക്കുക, തൊട്ടടുത്ത വാക്യം വായിക്കുക. കിന്നരം കൊണ്ട് പറഞ്ഞപ്പോ 10 കമ്പിള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. വീണ കൊണ്ട് പാടുവിൻ, പിന്നെ ഘോഷസ്വരത്തോടെ നന്നായിട്ട് പാടാൻ, നന്നായിട്ട് വാദ്യം വായിച്ച് പാടാൻ അല്ലേ? സ്തോത്രം. നമുക്കിവിടെ വാദ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ വെച്ച് നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾ പറയും ശബ്ദം കൂടി പോയെന്ന് പറയും. പക്ഷെ നിങ്ങൾ കൈ അടിക്കില്ല, നമ്മളിങ്ങനെ അടിക്കും. ആ എടുപ്പ് കണ്ടാൽ പേരെങ്കിൽ പാടിച്ച് പൊട്ടിച്ചളയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കുക. അതാണ് നമുക്കറിയാം അത് അല്ലേ?
ഉഷാറായിട്ട് അടിച്ച് സ്തുതിക്കാനാ പറഞ്ഞേ. അതാ സന്തോഷം അകത്ത് വന്നാലേ ആടി ഉഷാറാവുള്ളൂ. കൈമേലാത്തോണ്ടൊന്നുമല്ല, കയ്യൊക്കെ കഴിയും, ഇതെല്ലാം പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യാല, കാര്യം താല്പര്യമില്ല, വേണ്ട, ഇങ്ങനെ അടിക്കുന്നതേ ഉള്ളൂ. ഞാൻ നിർബന്ധം പറയുന്നുണ്ട്, ഇറക്കി വിടുമെന്ന് ധരിച്ചിട്ടാണ് പലരും അടിക്കുന്നത്. ഇനി വല്ലതും വിളിച്ച് പറഞ്ഞാലോ അടിച്ചിട്ടേക്കാം, ചിലർ നിപ്പ് കാണുമ്പോൾ തന്നെ. സ്തോത്രം. നമ്മുടെ അകത്തുനിന്ന് ഈ സാധനം വരുന്നത്, അല്ലാതെ നമുക്കിങ്ങനെ പ്രഷറിൻ്റെ ഓരോ ആവശ്യമില്ല, ആരും തള്ളേണ്ട ആവശ്യമില്ല. അകത്ത് സന്തോഷമുള്ളവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും, അല്ലേ? അത് അകത്തുനിന്നാണ് വരുന്നത്. അത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ചുണ്ടിൽ ഫിറ്റ് ചെയ്യാൻ ഒക്കൂല. ചുണ്ടിൽ ഫിറ്റ് ചെയ്താൽ അതിനൊരു അതത്ര പറ്റത്തുള്ളൂ. അത് അകത്തുനിന്ന് വരണം. റൈറ്റ്? കണ്ടോ, മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യാനാ പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞ വായിക്ക്. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിന്യായം ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന് ഇഷ്ടം നീതിന്യായമൊക്കെയാ. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഭൂമി മുഴുവൻ യഹോവയുടെ ദയ കൊണ്ട്, ഭൂമി മുഴുവൻ യഹോവയുടെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നെങ്കിൽ ആ ദയ തൊടാത്ത എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്? പഴയ പാലത്തിൻ്റെ അവിടെ പോയിട്ട് താഴോട്ട് ദയ ഇല്ലാതിരിക്കുകയാണോ? പിന്നെ നിങ്ങൾ അവിടുത്തെ രാജാവാകുന്നത് എങ്ങനെ? നമ്മളവിടുത്തെ വില്ലനാവുന്നത് എങ്ങനെ? ആവാൻ പറ്റത്തില്ല, അല്ലേ? അതാ ഞാൻ പറഞ്ഞേ, ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ദയ കൊണ്ട് മൂടിയിരിക്കുമ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ താമസിക്കുന്നത്. മഹാദയയുടെ കീഴിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ വീരവാദം കേട്ടാൽ ദൈവം പോലും നമ്മുടെ ചെലവിൽ നിൽക്കുന്ന പോലെയാണ്. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ സകല സൈന്യവും ഉളവായി. ഭയങ്കര സംഭവമാണ് ഈ പറയുന്നത്. വായിച്ചങ്ങോട്ടേ. അവൻ സമുദ്രത്തിലെ വെള്ളത്തിലെ കൂമ്പാരമായി കൂട്ടുന്നു. കർത്താവ് കുപ്പിയിലെടുക്കുമെന്നാ പറയുന്നത്. ഒരു വർഷത്തിൽ ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ, കർത്താവ് സമുദ്രത്തിലെ വെള്ളം കുപ്പിയിലെടുക്കുമെന്ന്. നമ്മളെടുക്കുമോ? സമുദ്രത്തിലെ വെള്ളം കർത്താവ് കുപ്പിയിലെടുക്കുമെന്ന് ദൈവത്തിന് വരുമാനം ചോദിക്കുക. നമ്മൾ തണ്ണിമത്തം കൊണ്ടു നടക്കുമ്പോൾ അത്രയും കടുപ്പത്തിലല്ല ദൈവം ഈ ഭൂമിയെ കൊണ്ടു നടക്കുന്നത്. കടുക് വയ്ക്കുന്നത് പോലെ കർത്താവ് വെച്ചുകൊണ്ട് നടക്കും. അത് ഭൂമിയുടെ വലിപ്പം അറിഞ്ഞാലേ ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ അറിയാത്തുള്ള നമ്മുടെ വസ്തുവിൻ്റെ വലിപ്പമാണ്. നമ്മൾ വലിയ സംഭവമാണ്. ഞാൻ ചുമ്മാ വന്ന് കയറിയല്ല, 40 സെൻറ്റ് വസ്തുവും കൊണ്ടാണ് വന്നത്. പിന്നെ 2 മാല, തറച്ചക്രം, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ചുമ്മാ വന്നതല്ല. ചില ആൾക്കാരുടെ വർത്തമാനം കേൾക്കുമ്പോൾ, നമ്മൾ ഈ പ്രശ്നം തീർക്കാനൊക്കെ പോകുമ്പോഴേ ആൾക്കാരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ചിരി വരും. ഗ്രഹിക്കുന്നുണ്ടോ? മൊത്തത്തിലൊരു ശ്മശാന മൂകത അല്ലേ? ഇന്നെന്താ അതിങ്ങനെ ആയിപ്പോയി, പോട്ടെ. ഫുഡ് നല്ല ഇതാണല്ലോ അല്ലേ? അപ്പം അതിൽ നമുക്ക് കയറ്റിവിടാം. ഇതിൽ പ്രശ്നം വന്നാൽ അതിൽ നമുക്ക് കയറ്റിവിടാം. സ്തോത്രം. അടുത്തുണ്ടോ, അവൻ ആഴികളെ ഭണ്ഡാരഗൃഹത്തിൽ സംഗ്രഹിക്കുന്നു. കണ്ടോ, സമുദ്രം മുഴുവൻ കുപ്പിക്കകത്തെടുത്ത് വെച്ച് നടക്കുന്നവനാണ് കർത്താവ്. ഒരു വെബ്സ് കുപ്പിക്കകത്താക്കി കൊണ്ടു നടക്കാൻ അത്രയും വലിപ്പമുള്ള ആളാണ് ദൈവം. ആ ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ വർത്തമാനം പറയുന്നത്. നമ്മുടെ വലിയ വിഷയങ്ങളൊക്കെ കൂടെ ധരിച്ചുകയാണ്. കർത്താവേ, ഇത്ര വലിയ പ്രശ്നമാണ് എൻ്റെ അടുത്തുള്ളത്. ഹോ, പെട്ടെന്ന് മറിച്ചങ്ങ് പോയി. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ആരൊക്കെ ഭയപ്പെടണം? സകല ഭൂവാസിയും ഭയപ്പെടണം. ഓട്ടുള്ളവനല്ല, എല്ലാവരും ഭയപ്പെടണം. കണ്ട, സകല ഭൂവാസികളും, ഭൂതലത്തിൽ പാർക്കുന്നവനൊക്കെയും ശങ്കിക്കണം. നമുക്കാണെങ്കിൽ ഒരു ശങ്കയില്ല, നമുക്കൊരു ശങ്കയില്ല, അല്ലേ? നമ്മൾ രാവിലെ ഇരിക്കുമ്പോൾ സൂര്യൻ വന്നിരിക്കും. കാര്യം വരും. ഇല്ലെങ്കിൽ നമ്മൾ കലിപ്പുണ്ടാക്കുമെന്ന് വെച്ചിട്ടാണോ? നമ്മുടെ വിചാരം അങ്ങനെ. നമ്മൾ കലിപ്പുണ്ടാക്കുമെന്ന് വെച്ചിട്ട് സൂര്യൻ വന്ന് നിൽക്കുന്നതാണ് നമ്മുടെ വിചാരം. നമ്മളെ പേടിച്ചിട്ട് രാവിലെ കിഴക്ക് വന്ന് നിൽക്കുക പൂപ്പര്. അങ്ങനെയാണോ? പക്ഷെ നമ്മുടെ നടപ്പൊക്കെ കണ്ട അങ്ങനെയാണെന്ന് തോന്നും. വൈകുന്നേരം സൂര്യൻ പോകുന്നതും ഇയാളെ പേടിച്ചിട്ടാണെന്ന് തോന്നും. സ്തോത്രം അല്ലേ? എല്ലാവരും നീതിമാന്മാരാണ്. അതാണ് ഒരു ഉല്ലാസമില്ലാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ? അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു. കണ്ടോ, ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ ആലോചനയല്ലേ കർത്താവ് വ്യർത്ഥമാക്കുന്നത്. നമ്മൾ എന്തെല്ലാം ആലോചിച്ച് കൂട്ടിയതാ. നമ്മൾ ആലോചിച്ചനുസരിച്ച് വല്ല നടന്നിരുന്നെങ്കിലുള്ള ഗതി ആലോചിച്ച് നോക്കിയേ. ഉത്തരഖണ്ഡ മൈതാനം നമ്മൾ വാങ്ങിച്ചേനെ, പത്മനാഭപുരം കൊട്ടാരം വാങ്ങിച്ചേനെ, അമേരിക്കൻ പ്രസിഡന്റ് 4 പ്രാവശ്യം നമ്മളായേനെ, എന്തെല്ലാം ആയേനെ. ഇതൊന്നും നടന്നില്ല. എന്താ കാര്യം? ജാതികളുടെ ആലോചനയെ കർത്താവ് വ്യർത്ഥമാക്കുമെന്ന്. അത് വല്ലവരുടെയും കാര്യമല്ലേ? ഇല്ല, നമ്മളാരും തന്നെ. നമ്മൾ എന്തെല്ലാം മനക്കോട്ട കിട്ടിയല്ലേ? അങ്ങനെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് വിമാനത്തിൽ വരും പോവും. ഇപ്പൊ വരുന്നുണ്ടോ? എന്തെല്ലാം കാൽക്കുലേഷൻസ് ആയിരുന്നു. എല്ലാം കർത്താവ് ചുരുട്ടി കൂർട്ടി എടുത്ത് ഊര കളഞ്ഞു. എന്താ കാര്യം?
ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. അത് വേറെ ആരെങ്കിലും അല്ലേ? അല്ല, നമ്മൾ നീതിമാനല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ദുഷ്ടൻ. രണ്ടേവൻ ഏറെക്കുറെ എല്ലാം മനസ്സിലായി. സിമ്പിളാണ് സങ്കീർത്തനം. ഇത് ആരെഴുതിയെന്നൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സാധനം കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ആശുപത്രി ചെന്ന് ഇത് ആര് തുടങ്ങുന്നത് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ? നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി. MRI സ്കാൻ ആരാണ് കണ്ടുപിടിച്ചത്? ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അതിനകത്ത് കാര്യം കൊണ്ട് കടന്നു കൊടുക്കാൻ. ഇതിന് ലോണുണ്ടോ? ഇതൊക്കെ നമ്മളെന്തിനാണ് അറിയുന്നത്? നമ്മളെ മാത്രം ശരീരം മര്യാദയ്ക്ക് കയറി കിടന്നു കൊടുക്കുക. കമ്മൽ, മാല, വൈപ്പ് പല്ലെല്ലാം എടുത്ത് കളയുക. MRIക്ക് പണ്ട് ഞാൻ ആർക്കോ അങ്കിളിനാണെന്ന് തോന്നുന്നു നിൽക്കാൻ വേണ്ടി അകത്തോട്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആഭരണങ്ങളെ കൊണ്ടേ പാട്ട് അവരൊന്നുമില്ല, എന്നേ മാറ്റി. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്തൂടെ കയറി സ്വർഗത്തിൽ പോകാനായിരിക്കും ചിലപ്പോൾ. അതിൻ്റെ ചെക്കിംഗ് പോയിന്റ് ആയിരിക്കും. എല്ലാം മാറ്റി. നമ്മുടെ ആലോചന വ്യർത്ഥമായി പോകുന്നുവെങ്കിൽ, നടക്കാതെ പോകുന്നുവെങ്കിൽ, നിഷ്ഫലമായി പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ജാതിയാണെന്നത് തന്നെ. നമ്മളിൽ കർത്താവ് പ്രസാദിക്കാത്തത് കൊണ്ട് തന്നെ. നമ്മളിൽ പ്രസാദിക്കാതിരുന്നാൽ നമ്മുടെ ആലോചന ചുമ്മാ ആലോചിച്ച് കൂട്ടാന്നേ ഉള്ളൂ. നത്തിങ് വിൽ ഹാപ്പൻ. സ്തോത്രം. ഭൂമിയിലെ മുഴുവൻ കാര്യം കർത്താവാണ് നിയന്ത്രിക്കുന്നതെന്ന് അതാ സങ്കീർത്തനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് വായിച്ചുവിടെ 10 വാക്യമുള്ളൂ. യഹോവയുടെ ആലോചന ശാശ്വതമായി. കണ്ടോ, കർത്താവിന്റെ ആലോചന ശാശ്വതമാണ്. അവന്റെ ഹൃദയ വിചാരങ്ങൾ, മൂപ്പരുടെ ഹൃദയ വിചാരണം തലമുറയായിട്ടിരിക്കും. കണ്ടോ, തലമുറയായിട്ട്. നമ്മുടെ നിരൂപണം നിഷ്ഫലായി പോകും. കാരണം നമ്മൾ നീതിമാനല്ല. പിന്നെ എന്ത് മാനാണ് നമ്മൾ? എന്ത് മാനാണോ? നമ്മളെ കൊല്ലാതിട്ടിരിക്കുന്ന തമ്പുരാന്റെ കൃപ, കിടക്കട്ടെന്ന് മറ്റും മിണ്ടാതിട്ടിരിക്കുന്നതാണ്. നമ്മുടെ സ്വഭാവമായിരുന്നു കർത്താവെങ്കിൽ എന്നേ കൊന്നളഞ്ഞനെ. കാര്യം നമ്മൾ അതാണ് സൈസ് എന്ന്. നീതിമാന്മാരെ ഹോഷിച്ചുല്ലസിക്കാൻ പറയാൻ നമ്മൾ അങ്ങനെ ഉല്ലസിക്കൂല. ഭയങ്കര വെയിലാണെങ്കിൽ നമ്മൾ വരൂല, ഭയങ്കര മഴയാണെങ്കിൽ വരൂല, പനിച്ചാ വരൂല, ചുമച്ചാ വരൂല. ഇതൊന്നും ഇല്ലാത്തൊരു പരുവാണെങ്കിലേ നമ്മൾ പള്ളിയിൽ പോലും പോവുള്ളൂ. വീട്ടിലെ കാര്യം ആലോചിക്കുക. അപ്പോൾ പ്രാർത്ഥന വല്ലതും കാണും? പ്രാർത്ഥനയല്ല, സ്വോത്രമല്ല, ഒന്നുമില്ല. കാര്യം കുറേ ദിവസമായി. എന്തുകൊണ്ടെന്നറിയില്ല. ഒന്ന് വിചാരിച്ചതുപോലെ നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ വായനയും പ്രാർത്ഥനയൊന്നുമില്ല. പിന്നെ എന്താണ് ജോലി? പിന്നെ ഇവിടെ ചന്തകളിൽ നിന്ന് സാധനം മാറ്റിക്കൊണ്ട് വരിക, വെട്ടിയ വെച്ച് പല കലങ്ങളിലിടുക, വേവിക്കുക, പൊരിക്കുക, കരിക്കുക, തിന്നുക. എന്നിട്ട് തിന്നുക, വിസർജിക്കുക, ഉറങ്ങുക. ഇതിൽ പരമല്ല നടക്കുന്നുണ്ടോ? ഒരു പിണ്ണാക്ക് നടക്കുന്നില്ല. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമേ തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ഇത്ര രസം നോക്കിയാൽ, യഹോവ നമ്മുടെ ദൈവമായിരിക്കണം, യഹോവ നമ്മെ തെരഞ്ഞെടുക്കുകയും വേണം. വാസ്തവത്തിൽ ഈ രണ്ട് കേസും നമ്മളും ദൈവമായിട്ട് ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മളെയും തെരഞ്ഞെടുത്തിട്ടില്ല, നമ്മൾ യഹോവയെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് നമുക്കിത് കൈയടിച്ചില്ല. എത്ര ഒരു അടിക്കാക്കൂല. രണ്ട് പാട്ടൊക്കെ അടിച്ചു തരാം, കുഴപ്പമില്ല. മൂന്നൊക്കെ വേണോ? അല്ലേ? ഒരുപാട് പാട്ട് കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും നമ്മൾ. കാര്യം കുറേ നേരം നിന്ന് കയ്യൊക്കെ അടിച്ചല്ലേ, ക്ഷീണമില്ലേ? യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത്, യഹോവ ദൈവമായിരുന്നു. നമ്മുടെ ദൈവം യഹോവ എന്ന് പറഞ്ഞാലേ സംഭവത്തിൻ്റെ റേഞ്ച് അങ്ങ് മാറി. പിണറായി നമ്മുടെ CM എന്ന് പറയുമ്പോൾ റേഞ്ച് മാറിയോ? റേഞ്ച് മാറിയില്ല. കാര്യം അങ്ങനെ ഇവിടെ മൊത്തം കൊള്ളയടിയാണ്. ഇപ്പം ഇങ്ങനെ മാറിയിട്ട് ആര് വന്നാലാണ് കൊള്ളയടി മാറാൻ പോകുന്നത്? എനിക്കറിയാൻ പാടില്ല. ടാക്സ് കൂടിക്കോട്ട് പോകും. നല്ല ഭരിക്കാൻ കഴിവുള്ളവൻ വന്നാൽ, EMS പോലെയുള്ള ആൾക്കാരൊക്കെ വന്നാൽ ടാക്സ് താഴെ വരും. EMS കാലത്ത് 700 രൂപയാണ് MLA മാരുടെ ശമ്പളം. ഇപ്പോൾ മൂപ്പർ ഒരു ദിവസം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, ഞാൻ എല്ലാവരുടെയും ശമ്പളം 700 നിന്ന് 500 ആക്കി കുറച്ചിരിക്കുന്നു. കാരണം നമ്മുടെ കർഷകർ പ്രതിസന്ധിയിലാണ്. അങ്ങനെയുള്ള നേതാക്കന്മാർ വന്നാൽ നമ്മുടെ പ്രതിസന്ധി അവരറിയും. അതേ ആളിരുന്ന കസേരയിൽ ഇപ്പം ഇരിക്കുന്ന ആള് റോഡിൽ പോലീസിനെ വച്ച് നിർത്തി ചുമ്മാ പിടിച്ച് പൈസ വാങ്ങിക്കുകയാണ് ആൾക്കാരത്. ഹെൽമെറ്റ് വച്ചാൽ പൈസ, വച്ചില്ലെങ്കിൽ പൈസ. വച്ചോണ്ട് വന്നല്ലേ, ഇന്ന് പൈസ തരണം അല്ലേ? ഇതൊരു കഷ്ടപ്പാട് തലച്ചു. അതിനിപ്പോൾ അയാൾ മാറി സുധാകരൻ വന്നെന്ന് പറഞ്ഞ് പ്രത്യേകതയൊന്നുമില്ല. ആര് വന്നാലും ഇതേ നടക്കൂ. യഹോവ നമ്മുടെ ദൈവമായാൽ ഇതിൻ്റെ രീതി മാറും. അതിൻ്റെ രീതി മാറും. സ്വതന്ത്രം. അടുത്ത പ്രാവശ്യം മോഡി വരുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അയാൾ ഉറപ്പായിട്ട് വരും. എതിർകക്ഷികൾ 28 പേരാണ് ഒരുമിച്ച് നിൽക്കുന്നത്. 28 പേരും പ്രധാനമന്ത്രിയാവണം. അതാണ് പ്രശ്നം. ഓരോ മാസം ഓരോരുത്തർ വെച്ചിരുത്തിയാലേ ഇരിക്കൂ. മനസ്സിലാകുന്നുണ്ടോ?
ഇതോടുകൂടി എല്ലാ പാർട്ടികളും തകരും. BJP മാത്രം ഇവിടെ ശക്തമാവും അല്ലേ? ഇത് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കും. അടുത്ത ഉഷാർ പരിപാടികൾ ആരംഭിക്കും. അതോടുകൂടിയാണ് ആരാണ് ദൈവമക്കൾ, ആരാണ് ചുമ്മാ ചൊറിയും കുത്തി കയറി വന്നതെന്ന് തിരിച്ചറിയുന്നത്. 24 കഴിയുമ്പോൾ സംഭവം ചക്രത്തിൽ കയറ്റി കറക്കാൻ തുടങ്ങും. അപ്പോഴാണ് യഹോവ ദൈവമായിരിക്കുന്ന ജാതി ആരാണ്, അവൻ തെരഞ്ഞെടുത്ത ജാതി ആരാണ്, ചുമ്മാ വന്ന് കയറിയവൻ ആരാണെന്ന് തിരിച്ചറിയുന്നത്. സ്വന്തം പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ 24 തുടങ്ങും. അടുത്ത 7 കൊല്ലമായിരിക്കും മിക്കവാറും ഉഷാർ കൊല്ലമെന്ന് എനിക്ക് തോന്നുന്നു. 23 കഴിഞ്ഞ് 24 മുതൽ 30 വരെയുള്ള കൊല്ലമായിരിക്കും ഉഷാർ കൊല്ലമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടമാണ് എല്ലാ സ്ഥലത്തെ ഇലക്ഷൻ നടക്കുന്നതും. ആ കാലഘട്ടമാണ് അൽ മഹദി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടം. അങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഒരു കാലഘട്ടമായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന കർത്താവിൻ്റെ വരവ് സംഭവിക്കേണ്ടുന്ന കാലഘട്ടം. പ്രതിസന്ധി വരുന്നൊരു കാലഘട്ടം അതായിരിക്കും. ഇപ്പം മുട്ടുവേദനയ്ക്കൊന്നും പ്രാർത്ഥിക്കാൻ ഒക്കില്ല. അപ്പോഴേ അതിനേക്കാളും ഭീകര സാധനങ്ങളായിരിക്കും വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പാർട്ടിക്കാരവിടെ KSUക്കാരെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ടോ? അതുപോലെ ദൈവമക്കളെ ഓടിച്ചിട്ട് തല്ലുന്ന കാലം വരും. ഹെൽമറ്റിന് തല്ലുന്നതും ചെടിച്ചട്ടിക്ക് തല്ലുന്നതുമായ കാലം വരും. അപ്പോഴാണ് ദൈവമക്കൾ ആരല്ലാതെ ഇവിടെ മുട്ടുവേദന വന്നാൽ വരൂല. ആ സാധനത്തിനാണ് ചെടിച്ചട്ടിക്ക് അടി കിട്ടിയാൽ വരാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളാരും എന്നെ ക്രോധത്തോടെ നോക്കുകയൊന്നും വേണ്ട. ദൈവം ഏൽപ്പിച്ച പണിയായതുകൊണ്ട് എനിക്ക് ഏൽപ്പിച്ച് പറഞ്ഞേ പറ്റൂ. എനിക്ക് നിങ്ങളെ സൂചിപ്പിച്ച് പറഞ്ഞാൽ സന്തോഷമാണ്. നിങ്ങളുകൊണ്ട് ആ പെട്ടി നിറച്ച് പൈസ ഇട്ട് പോകും അല്ലേ? ബാക്കി നിങ്ങൾ കുറേശ്ശേ ഇടുന്നുള്ളൂ, സാരമില്ല. നിങ്ങൾ ഇടാതിരിക്കുക, അതൊന്നും എൻ്റെ വിഷയമേ അല്ല. ഫെനി പറഞ്ഞു അവിടെ ഇരുന്ന് ആരും കണ്ടുകൂടാ, നമ്മുടെ അടുത്ത് ഇപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഫെനിയുടെ പരിപാടിയാണ്, എൻ്റെ പരിപാടിയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ട്. എനിക്കറിയാം യുദ്ധത്തിന് കുതിര വ്യർത്ഥമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ വിളിച്ച കാലത്തെ ദൈവം ഇതെല്ലാം പഠിപ്പിച്ചാണ് വിളിച്ചെന്നെ ഈ പണിക്കാക്കിയത്. അതുകൊണ്ട് ഈ പണിയിൽ വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. അത് വലിയ ഒരു റിസ്ക്കുള്ള കാര്യമാണ്. അത് നിന്ന് പെട്ടിയിൽ മറിയുക എന്നുള്ളതാണ് വിഷയം. ഇതൊന്നും നമ്മളെ ബന്ധപ്പെട്ട വിഷയമേ അല്ല. അതുകൊണ്ട് ദൈവം ഏൽപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും നിങ്ങൾ വരുന്നുണ്ടല്ലോ, അതൊരു വലിയ കൃപയാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആൾക്കാർ പോവുകയല്ല. എന്തുവാണ് ഇങ്ങനെ പറയുന്നതെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ചർച്ചകളുണ്ട്. എവിടെ പോയാലും അതിൻ്റെ സുഖമുള്ള കേൾക്കുന്ന സ്ഥലങ്ങളും ഞാനിങ്ങനെ ചിന്തിച്ച് ഈ യൂട്യൂബിലൊക്കെ ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ? എൻ്റെ ദൈവാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു, ഒരു വണ്ടി കാണിക്കുന്നു, വണ്ടിയിൽ ഫുഡ് ഐറ്റംസ് ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നു. അയ്യോ എൻ്റെ ജോലി ഫുഡ് ഐറ്റംസ് ആണ്. എന്നാൽ പൊട്ടൻ അങ്ങനെ പറഞ്ഞാൽ പോരെ? ഇന്ന വണ്ടിയാണ്, ആ വണ്ടിയിൽ ചപ്പാത്തി നിരത്തി അടുക്കുന്നത് കാണുന്നു. അല്ലാതെ ഒരു ഇക്കോ കാണുന്നു, അത്രയും പറഞ്ഞാൽ ശിവബ്രദറിൻ്റെ ആണെന്ന് പറയാം. ഇത് ഇക്കോ എന്നും പറയുന്നില്ല, ഒരു വണ്ടി കാണുന്നു. അപ്പോൾ ശിവബ്രദർ എൻ്റെ വണ്ടി ആയിരിക്കും. നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ വണ്ടി ആയിരിക്കും എന്ന് വിചാരിക്കും. അടുത്ത് ഫുഡ് ഐറ്റംസ് വയ്ക്കുന്നു എന്ന് തള്ളപ്പോൾ ശിവബ്രദർ ഉടനെ എഴുന്നേറ്റ് നിൽക്കും. എൻ്റെ വണ്ടിയിലാണ് ഫുഡ് ഐറ്റംസ് വെക്കുന്നത്, ഇടിയപ്പം അങ്ങനത്തെ അല്ലേ? കുരുങ്ങി കുരുങ്ങി ചിലത് കലത്തിനകത്ത് കാണുന്നു. അപ്പം നമ്മൾ ഉറപ്പായിട്ട് ഇടിയപ്പം തന്നെ. എന്ത് പ്രവചനം! ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്തുവാ പറയുന്നത്? ദൈവത്തിൻ്റെ പ്രവാചകന്മാർ വന്ന് ഇതാണ് പറഞ്ഞത്, ഇതല്ല പറഞ്ഞത്. അവർ ഇങ്ങോട്ട് വന്ന് നല്ല ഉഷാറായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രവചനമാണ് പറയുന്നത്. ആ മനുഷ്യൻ നീ തന്നെ. രാജാവ് അവിടെ വീണു, ഇതാടക്കണു. ഞാനിറങ്ങി പോയിട്ട് രാജാവിൻ്റെ അടുത്ത്, രാജാവ് ഒരു മൃഗത്തിൻ്റെ കഴുത്തിറക്കുന്നത് കാണുന്നു. കരടി 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 ഞാൻ അറുത്തിട്ടുണ്ട്. ഞാൻ എത്ര ഒരു പിന്നെ ഗോലിയാത്തിനെ എറിഞ്ഞിട്ടത് കാണുന്നു, ഒരു മനുഷ്യനെ കല്ല് കൊണ്ട് എറിഞ്ഞത് കാണുന്നു. അതും ഞാൻ തന്നെ, ഞാൻ എറിഞ്ഞിട്ടുണ്ട്. അയ്യോ യേശപ്പാ സ്വതന്ത്രം. ആരാണ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്? ദൈവമാണ്. പക്ഷെ ബർശേബയുടെ വീട്ടിൽ പോയ കാര്യം അവൻ കണ്ടില്ല. പ്രവാചകൻ വന്നിട്ട് മറ്റതെല്ലാം പറഞ്ഞോ, രാജാവേ അങ്ങന്ന് ആരാണെന്ന് അറിയാവോ? ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ചുമ്മാ ചെന്നൊരു സിമ്പിൾ കഥ. ഒരുത്തനെ 100 ആടുണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ ഒരാടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അയാളെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ യവൻ ചെന്ന് 100 വിട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ ആടിനെ കൊണ്ടുവന്ന് കറി വെച്ച് കൊടുത്തു. ആരെവിടെ? അവനെ കൊല്ലണം. നീ തന്നെ അവൻ. വീട് നിറച്ച് ആട് കിടന്നിട്ട് മേളിൽ കയറുന്ന അപ്പുറത്ത് കുളിമുറി നോക്കിയിട്ട് അവൻ്റെ ആടിനെ എടുത്തുകൊണ്ട് പോയത്. ദേ കിടക്കണോ? അതാണ് പ്രവചനം. നീ പറഞ്ഞ് മനസ്സിലാണ്ടോ? അപ്പം മാനസാന്തരമാണ് അവിടെ. ഞാൻ എന്ത് ചെയ്യണമെന്നാ ചോദ്യം. ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് അങ്ങനെയാണ് പ്രവാചകന്മാർ പറയുന്നത്. പ്രവാചക ചുമ്മാ തലയിൽ ഞാൻ പടമൊക്കെ വരച്ചു, നിന്റെ കരച്ചിൽ ഞാൻ കാണുന്നു. അപ്പോൾ കരച്ചിൽ തുടക്കം നമ്മൾ ഇപ്പം കരയാത്ത ആരാ അവിടെ ഇരിക്കുന്നത്? ഒരുവിധം കടവുള്ള എല്ലാവരും കരയും. ശരീരവേദനയുള്ളവർ കരയും. ഞാനും കരയും. എനിക്ക് കൈ പൊക്കാൻ വയ്യ 5-6 ദിവസം കൊണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല.
അപ്പോൾ ഭയങ്കര വേദനയാണത്. അറിയാതെ നമ്മൾ വിളിച്ചു പോകും. ജുബേക്കിടെ കൈ പൊക്കുമ്പോഴേ യോന്ന് വിളിച്ചു പോകും. അപ്പോൾ പ്രവാചകൻ വന്നിട്ട് പറയാം, അത് കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ കാണുന്നു. അപ്പോഴേ നമ്മൾ തറയിൽ കിടക്കും, ദേടക്കണം. കയ്യിരിപ്പ് മാറ്റണമെന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയില്ല. എന്താ കാര്യം? പറയില്ല. അതാണ് ദൈവാത്മാവിൻ്റെ പ്രവചനത്തിൻ്റെ പ്രത്യേകത. ആണ് പണ്ടൊക്കെ നമുക്ക് പ്രവാചകൻ്റെ മുമ്പ് പോകാൻ പേടിയാണ്. നാളെ പ്രവാചകൻ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ 3 ദിവസം മുമ്പേ നമ്മൾ ഉപവാസം തുടങ്ങി. ശേഷം ഒന്നും വെളിപ്പെടുത്തല്ലേ, ശരിയായി, ഇനി ഒരു പ്രശ്നമില്ല. ഇപ്പം നമുക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. പ്രവാചകൻ വരുന്നത് നമുക്കിപ്പോൾ ഉല്ലാസമാണ്. സ്തോത്രം. വ്യത്യാസം കേട്ടോ? യെസ്. ദാവീദ് പറഞ്ഞിരിക്കുന്നുണ്ടോ, യഹോവ ദൈവമായിരിക്കുകയും യഹോവ തെരഞ്ഞെടുക്കുകയും ചെയ്ത ജനം ഭാഗ്യമുള്ളതാണ്. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കുകയാൽ, ഇതാണ് അവിടുത്തെ വിഷയം. അവന്റെ വിശുദ്ധ നാമത്തിൽ ഞാൻ ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. നമുക്ക് സന്തോഷിക്കാത്തതിന്റെ കാര്യം എന്താ? നമ്മൾ ആശ്രയിക്കുന്ന എന്തോ ഇല്ല, നമ്മില്ല. അതാ ഇതിന്റെ മേലത്തെ വാക്യത്തിൽ പറയുന്നത്, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു. യുദ്ധത്തിന് കുതിര വ്യർത്ഥം. യുദ്ധത്തിന് കുതിരയില്ലാതെ പോയി അങ്ങനെ ഇരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. യുദ്ധത്തിന് മുമ്പ് അതിൻ്റെ ആയിട്ടുള്ള സെറ്റപ്പായിട്ട് പോകണ്ടേ? ഇവിടെ യുദ്ധത്തിന് കുതിര വ്യർത്ഥം എന്ന് പറഞ്ഞാൽ, ബലാധിക്യം കൊണ്ട് രാജാവ് ജയിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇവിടെ ബലം കൊണ്ട് ജയിക്കുകയെന്ന് പറഞ്ഞാൽ അതാ എൻ്റെ പ്രത്യേകത. ബലം കൊണ്ട് ജയിക്കുകയല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടാണ് ജയിക്കുകയല്ല, അല്ലേ? നമ്മുടെ കഴിവ് കൊണ്ട് ജയിക്കും, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ജയിക്കും. ഒന്നും കൊണ്ട് ജയിക്കില്ല. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നീതിമാന്റെ പട്ടികയിൽ കയറുന്നത്. അതാ ഇവിടെ പറഞ്ഞാൽ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. ആ സന്തോഷം നമ്മുടെ അകത്തുണ്ടാവണം. ദൈവത്തിൽ സന്തോഷിക്കണം. എല്ലായ്പ്പോഴും ദൈവത്തിൽ സന്തോഷിക്കാൻ ഉഷാറുള്ളവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവന് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാനാവില്ല. യഹോവയിൽ സന്തോഷിക്കണം. ആർക്ക് സന്തോഷിക്കാൻ പറ്റും? യഹോവയിൽ മാത്രം ആശ്രയിക്കുന്നവനെ സന്തോഷിക്കാൻ പറ്റൂ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പാസേജ് പറഞ്ഞിരിക്കുന്നത് 2 സാധനങ്ങളാണ്. ഒന്ന്, മാക്സിമം ശക്തി എടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ് പറയുന്നത്. 2ാം പാർട്ടി പറയുന്നത് ജയിക്കാൻ കുതിര എന്നും വേണ്ടെന്ന്. അപ്പം കുഴപ്പം വിചാരിക്കരുത്. നമ്മളങ്ങനെ ജയിക്കാൻ കുതിര വേണ്ട. അപ്പം പിന്നെ എന്തിനാ കുതിര? കുതിര വേണ്ട. കുതിര ചുമ്മാ രസത്തിനോട് നിൽക്കണ്ടേ? ജയം കർത്താവിൻ്റെ കയ്യിലാണ്, അല്ലേ? ഗിദയോൻ 300 പേരെ കൊണ്ടാ പോയ. എത്ര സൈന്യത്തെ ഓടിക്കാൻ? വെട്ടുക്കിളി പോലെ കിടക്കുന്ന സൈന്യത്തെ, മിദ്യാന്യനെ ഓടിക്കാൻ 3 ഐറ്റം കൊണ്ടുപോയി. എന്തൊക്കെയാണ്? കുടം, അടുത്ത് പന്തം, അടുത്ത് കാഹളം. ഇത് 3 വേണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായ കളി പോയി, അല്ലേ? പന്തം കുടത്തിൻ്റെ അകത്ത് വച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നു, കാഹളം കയ്യിൽ വെച്ചിരിക്കുന്നു. കാഹളം ഊതുകയും കുടം പൊട്ടണം, പന്തം വെളി വരണം. കാഹളം ഊതാതെ പന്തം വെളി വന്ന അടി ഉറപ്പ്. കാഹളം ഊതുമ്പം പന്തം വരാതിരുന്നാലും അടി ഉറപ്പ്. ഇതെല്ലാം ഒരുമിച്ച് ഒരേ കണക്കിന് നടക്കണം. നമ്മുടെ ആണെങ്കിൽ കാഹളം ഊതുന്നു, കുട ഉടയുന്നുമില്ല, പന്തം വെളി വരുന്നുമില്ല. മനസ്സിലാകുന്നത് പ്രത്യാശിക്കുന്നു. ഇതുപോലെ ഒരുമിച്ച് നിൽക്കണം. അവിടെയാണ് വിജയം സംഭവിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നത് ഞാൻ പ്രത്യാശിക്കുന്നു. ജയം കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇങ്ങനെ മയിൽക്കുറ്റി പോലെ അന്തം വിട്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീതിമാനല്ല. കയ്യിലിരിപ്പ് വ്യത്യാസപ്പെടുത്തുക, മൊത്തത്തിൽ വ്യത്യാസപ്പെടുത്തുക, കാര്യങ്ങൾ ശരിയാവും. ഇല്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല.